അങ്ങനെ ഞാനും അമ്മമ്മയും കൂടി കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകാം. വീട്ടിൽ നിന്ന് കുറച്ചധികം നടന്നിട്ടാണ് നമുക്ക് ഓട്ടോ കിട്ടിയത്. പിന്നെ ബസ്സിൻ്റെ കാര്യം പറയേ വേണ്ട, നല്ല തിരക്ക്. കുറേ നേരം നിന്നിട്ടാണ് അമ്മമ്മക്കൊന്ന് സീറ്റ് കിട്ടിയത്. എനക്കാണെങ്കിൽ പിന്നെ അവിടെ എത്തുന്നവരെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല, നിന്നിട്ട് തന്നെ അമ്പലത്തിൻ്റെ അവിടെ എത്താനായപ്പോഴേക്കും ഇതായിരുന്നു അവസ്ഥ, ഫുള്ളും ബ്ലോക്ക്. അങ്ങനെ ഒരു ഞാൻ കൂടി അമ്പലത്തിലെത്തി. അമ്മമ്മയാണെങ്കിൽ കൈ പിടിക്കാൻ വിടുന്നില്ല, എന്നിട്ട് എന്നോട് ദേഷ്യം വന്നിട്ട് പോകുന്നതാണ്. രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ അമ്മമ്മ പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിലേക്ക് കഴിക്കാൻ എന്താ വേണ്ട ചോദിച്ചപ്പോൾ അമ്മമ്മക്ക് പൊറോട്ടയാവാൻ സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എത്ര സമയമായാലും കുഴപ്പമില്ല, എനിക്ക് അതന്നെ മതി എന്നുള്ള വാശിയിലായിരുന്നു. പ്രായമാകുന്നതിനെ കുട്ടികളെ പോലെ ആവുമെന്ന് പറയുന്നത് ശരിക്കും സത്യം. ആകെ 2 പൊറോട്ടയാണ് വാങ്ങിയിട്ടുണ്ടായിനെ, അതിനകത്ത് 1.5 കഷ്ണം അനക്കെന്നെയാ തന്നെ. അന്നെ കഴിപ്പിക്കാനുള്ള കളിയെ ഇതെന്ന് പിന്നെ മനസ്സിലായേ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ആന്റിന്റെ വീട്ടിലേക്ക്. ആന്റിന്റെ വീട് ആടെ അമ്പലത്തിന്റെ അവിടെ തന്നെ. ആന്റി എന്ന് പറയുന്നത് അമ്മമ്മേന്റെ അനിയത്തിന്റെ മോളാണ്. 2 സൈഡും കച്ചവടം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചെറുതായിട്ട് വഴിതെറ്റി. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ അമ്മമ്മേനെയും കാണുന്നു. ഞാനിപ്പോൾ ഇവിടെ ഒരാളെ കാത്തു നിൽക്കുന്നതാണ്, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണും. ഒരാൾ നല്ല ആടെ ഇങ്ങനെ നടന്നു വരുന്നത്. അനക്കറിയാം നീ നടന്നോ, ഞാൻ കണ്ടത്ര നീ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ മുന്നിലേക്ക് വിട്ടത്. പണ്ട് വീട്ടിൽ നിന്ന് കൊട്ടിയൂർ വരെ നടന്നിട്ടൊന്ന് കോൺഫിഡൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ ആന്റിന്റെ വീട്ടിലേക്ക് എത്തി. ഞങ്ങൾ ആന്റിന്റെ വീട്ടിലേക്ക് എത്തിയത് അവര് ഓടപ്പം ഉണ്ടാക്കുന്ന തിരക്കിൽ. കൊട്ടിയൂർ ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ ഇവരെ മെയിൻ തൊഴിൽ ഇതാണ്. ആന്റി പാപ്പന് 2 പേരുണ്ട് ഓടപ്പം ഉണ്ടാക്കാൻ. ഈ ഒരു ഷേപ്പില് മുള മുറിച്ചെടുത്തിട്ട് അതിന്റെ തോല് നല്ലോണം ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരളിലോ അല്ലെങ്കിൽ ഉറപ്പുള്ള കല്ലിലോ വെച്ച് ചുറ്റിക വെച്ച് അടിച്ചടിച്ച് അതങ്ങനെ പദം വരുത്തും. അങ്ങനെ പദം വരുത്തിയ മുള ഈ ഒരു സാധനം വെച്ചിട്ട് നല്ലോണം ചീകും. ഇതുപോലെ വെള്ളത്തിലിട്ട് പൊതിർത്തതിന് ശേഷമാണ് ചീവുന്നത്. അങ്ങനെ ഉണക്കി വൃത്തിയാക്കി ഓൾറെഡി ആക്കി വെച്ച ഉടപ്പ് തൂക്കിയിട്ടതാണ് ഇത്. ഇതിന് പീടിയെ കൊണ്ട് കൊടുക്കണം. നമുക്ക് നടക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അമ്പലത്തിന് അങ്ങോട്ടേക്ക് വന്നിട്ട്, അതുകൊണ്ട് ഞാനും ആന്റിന്റെ മോനും കൂടിയാണ് അമ്പലത്തിലേക്ക് പോയത്. ചായയൊക്കെ കുടിച്ച് ഞാൻ ഓനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്.